മക്കൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസം നൽകിയാലേ വോട്ട് ചെയ്യൂ എന്ന ഒരു കൂട്ടം വനവാസി ജനങ്ങൾ. അട്ടപ്പാടി തളിക്കുണ്ടൂരിലെ വനവാസികളാണ് മക്കൾക്ക് പഠിക്കാൻ ഇനിയും സൗകര്യമായില്ലെന്ന പരാതിയുമായി രംഗത്തെത്തിയത്. ഊരിൽ വൈദ്യുതിയും വെള്ളവും ഇല്ലാത്തതും ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനുള്ള ഒരുക്കത്തിലാണ് ഊരുമക്കൾ. തെരഞ്ഞെടുപ്പ് കാലത്ത് നിരവധി വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകാറുണ്ട്. ഏതായാലും അട്ടപ്പാടിയിലെ തടിക്കുണ്ട് ഊരിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. തടിക്കുണ്ട് ഊരിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് യാതൊരു തരത്തിലുള്ള സൗകര്യങ്ങളും ഇല്ല എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ആക്ഷേപം. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ സൗകര്യങ്ങൾ ലഭിക്കുകയാണെങ്കിൽ മാത്രമേ വോട്ട് ചെയ്യുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് ഇവർ പറയുന്നത്. കുട്ടികൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസമാണ് ഏറ്റവും ബുദ്ധിമുട്ടല്ലേ? നിങ്ങൾ എത്രയിലാണ് പഠിക്കുന്നത്? 8. എന്താ അവസ്ഥ? എന്താ ഈ പഠിക്കാൻ പറ്റുന്നുണ്ടോ? ഓൺലൈൻ ക്ലാസ്സും ഇവിടെ ഇല്ല. സൗകര്യമൊന്നുമില്ലേ? ഇല്ല. എന്താ നിങ്ങൾക്ക് പഠിക്കാൻ എന്താ അവസ്ഥ? എന്താ അവിടെ എന്താ റേഞ്ചിൻ്റെ കുറവുണ്ട്, അപ്പോൾ പഠിക്കാനൊന്നും പറ്റുന്നില്ല. ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതുവരെയായിട്ട് വല്ലതും ഏതെങ്കിലും ഒരു ചാപ്റ്ററൊക്കെ പഠിച്ചു കഴിഞ്ഞോ? അതോ? ഇല്ല, അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതുവരെയായിട്ട് ഒന്നും പഠിക്കാൻ പറ്റില്ല? ഇല്ല. എന്താ നിങ്ങളുടെ ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താ? ഇപ്പോൾ ഈ കൊറോണ കാലത്ത് 5-6 മാസമായി കൊറോണ ആണ്. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നോക്കുമ്പോൾ ഇവിടെ 10-40ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു ഊരാണ് തടിക്കുണ്ട്. ഇതുവരെ ഓൺലൈൻ ക്ലാസ് നടന്നിട്ടില്ല. പിന്നെ മാത്രമല്ല റേഞ്ചിൻ്റെ പ്രശ്നവും അതുപോലെ അവർക്ക് പഠിക്കാനുള്ള ഉപാധികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിള്ളേരനുഭവിക്കുന്നത്. വൈദ്യുതി ഇല്ല, പ്രധാന വൈദ്യുതി ഇല്ല. പിന്നെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങളും അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം തരുന്നവർക്ക് ഇപ്രാവശ്യം വോട്ട് ചെയ്യില്ല നിങ്ങൾ? അതെ, ഇതൊക്കെ തന്നാൽ മാത്രമേ ഞങ്ങൾ ഇക്കൊല്ലം വോട്ട് ചെയ്യുള്ളൂ, അത് ഉറപ്പാണ്. അതാണ് നിങ്ങൾ ഊരുകാരുടെ തീരുമാനം? അതെ, അതുതന്നെയാണ്. നിരവധി ആളുകൾ തരത്തിൽ ബുദ്ധിമുട്ടുന്നത്. എന്താ നിങ്ങളുടെ ഊരിൻ്റെ പ്രശ്നം? എന്താണ്? നമ്മളുടെ ഊരിൻ്റെ പ്രശ്നം ഒന്നുമില്ല, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ആ കുട്ടികൾക്ക് പഠിക്കാനോ നടക്കാനോ പിടിക്കാനോ ഒന്നുകൂ ഭയങ്കര പ്രശ്നമുണ്ട്. അതൊന്ന് വെള്ളത്തിലെ കുറവുണ്ട്. പിന്നെ നടക്കാൻ പിടിക്കാൻ കുട്ടികൾക്ക് സൗകര്യം ഒന്നും ഇല്ല. സൗകര്യമൊന്നില്ല. അതുകൊണ്ട് നമ്മൾക്ക് സങ്കടം തന്നെ. കജട്ടൽ ഇപ്പോൾ നമ്മൾ സങ്കടോടെ നമ്മൾ ഇരിക്കുന്നത്. ഇത്തിരി പോലെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, നന്നാ ചെയ്യലെന്ന് പറയുന്നുണ്ട്, പോകുന്നുണ്ട്, നടക്കുന്നുണ്ട്. ഒന്നും നമ്മൾക്ക് ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് നമ്മൾ ആ കാലത്തിൽ ജയിക്കല ഇരിക്കുന്ന സുഖമാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഇപ്പം നാടുള്ള ഈ ആൾക്കാർക്ക് സർക്കാരൊക്കെ പറയുന്നുണ്ട് നന്നാക്കണമെന്ന് പറയുന്നുണ്ട്. ഒന്നും നന്നാക്കിയിട്ടില്ല. വോട്ട് ചോദിച്ചു വരുന്നുണ്ടോ? വോട്ട് ചോദിച്ചു വരുന്നുണ്ടോ? പിന്നെ വോട്ട് ചോദിച്ചു. ഇപ്പം വോട്ട് ചോദിച്ചു വരുന്നുണ്ട്. അതെന്തിനെ കൊണ്ട് അവരൊക്കെ നന്നായ കൊണ്ട് വോട്ട് ചോദിച്ചു വരുന്നുണ്ട്. നമ്മളത് ചെയ്ത് കൊടുത്താൽ നീ ആര് ഞാൻ അറിയുന്നു അവരൊക്കെ വിട്ടിട്ട് അവർ ഒരു ഭാഗത്തെടുക്കും, നമ്മൾ ഒരു ഭാഗത്തിൽ. നമ്മളുടെ ആദ്യത്തെ കരുത്ത നമ്മൾ ചെയ്ത് കൊണ്ട് കരുത്തോളം നമ്മൾ ഇതൊക്കെ ചെയ്തു തന്നാലേ വോട്ട് ചെയ്യുള്ളൂ. ഇപ്രാവശ്യം ഇതൊക്കെ ചെയ്തു തന്നാലേ വോട്ട് ചെയ്യുള്ളൂ കൊണ്ടാണ്. അതുകൊണ്ട് ഇനി നമ്മളും പറയാം, ഇനി അങ്ങനെയുള്ള കാര്യം പറയുമ്പോൾ നമ്മൾ ഇപ്പോഴാണ് നമ്മൾക്ക് അറിവ് വന്നു. ഇനി നമ്മൾ അങ്ങനെ ചെയ്യില്ല. നന്നാ ചെയ്താൽ മാത്രമേ വോട്ട് ചെയ്തിക്കൊള്ളൂ, ഇല്ല പോയി നമ്മൾ വോട്ട് ചെയ്യില്ല. അതുതന്നെയാണ് ആ ഒരു വാക്കുകൾ. സാധാരണ നമുക്ക് നഗരപ്രദേശങ്ങളിലെല്ലാം ഇത്തരത്തിൽ ആളുകൾ പലയിടത്തും വോട്ട് ബഹിഷ്കരിക്കുന്നു എന്ന രീതിയിൽ ബോർഡുകളും മറ്റുമെല്ലാം വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. സമാന കാര്യങ്ങൾ തന്നെയാണ് ഇവരും ഇപ്പോൾ പറയുന്നത്. തങ്ങളുടെ ഊരിന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തരികയാണെങ്കിൽ മാത്രമേ ഇത്തവണ വോട്ട് ചെയ്യുകയുള്ളൂ എന്നതാണ്. ഈ വീടും നമുക്ക് ഈ പ്രദേശത്തിൻ്റെ ചിത്രം തന്നെ കാണും. പല വീടുകളിലും വൈദ്യുതിയില്ല. ഓൺലൈൻ പഠന സൗകര്യത്തിന് ഇവിടെ മൊബൈലിൽ റേഞ്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അതോടൊപ്പം തന്നെ വൈദ്യുതി ഇല്ലാത്തതുകൊണ്ട് തന്നെ ടി വിയോ മറ്റു കാര്യങ്ങളൊന്നും പ്രവർത്തിപ്പിക്കാനും പറ്റാത്ത അവസ്ഥയാണ്. കുടിവെള്ളത്തിനും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മേഖലയാണ്. വളരെ താഴെ ഭാഗത്തു നിന്നും വേണം കുടിവെള്ളം വരാൻ. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ പ്രഥമമായും ഇവർ ആവശ്യപ്പെടുന്നത് ഓൺലൈൻ പഠന സൗകര്യം. തങ്ങളുടെ മക്കൾ അവരുടെ ഭാവിയാണ് ഏറ്റവും മുഖ്യം. അതുകൊണ്ട് തന്നെ ഓൺലൈൻ പഠന സൗകര്യം വേണം. അതോടൊപ്പം തന്നെ കുടിവെള്ളവും വൈദ്യുതിയും ഇത്രയും കാര്യങ്ങൾ തങ്ങൾക്ക് ചെയ്തു തരുമെന്ന് ഉറപ്പ് ലഭിക്കുകയാണെങ്കിൽ മാത്രമേ ഇത്തവണ വോട്ട് ചെയ്യുകയുള്ളൂ. അല്ലാത്ത പക്ഷം വോട്ട് ബഹിഷ്കരിക്കുമെന്നുള്ള തീരുമാനം തന്നെയാണ് ഈ വനവാസി ഊരിലെ ജനങ്ങളുടേത്. രമേശ് റാമിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.